everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And for today's music video reaction, I've chosen a song which has been highly requested by all of you. This is Padakali. This is from the film Yodha, which stars Mohanlal and Jagati Srikumar. Now for this particular song, you guys told me that for this film, A.R. Rahman has given the music, and this is the only Malayalam film for which A.R. Rahman has given the music. So yes, let's react to this song and see how it is. Now this is basically the playback singing is by M.G. Srikumar and K.J. Yesudas. For the previous reaction, you guys told me that M.G. Srikumar was not actually part of the playback, but actually it was given in the credits. That's why I mentioned it. I was not aware. Okay, let us begin the reaction for this song, Padakali. I hope that's the pronunciation. The audio wouldn't be that. ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരികരിയണമേ പറമേളം ചെണ്ടച്ചെങ്കില ധിക്കുടി മത്തള മരമണിക്കിണികിണി പലതാളം തക്കിടകിട തകത ചുമടുകളിൽ ഒരിഞ്ഞൊടിയുടെ പേരരുത് ഹോയ് അമ്മ ഹോയ് ഹോയ് അളവുകളുടെ ചുടുപകടകൾ ഉരുളണ ഒരുവരം ഇനി അതിനരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ചേ ചേ വണങ്ങി കുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരമടയനു ഞാനതിരല്ലടവും ഒന്നും മേലഞ്ചാറട്ടില്ലത്തെലിപിളി കടലുകൾ ഒരു കുന്നിത്തൈ വെച്ചാരടോ ആ കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടയ്ക്കകൾ കാച്ചു ചെന്നപ്പം മാങ്ങാപ്പഴം തൊലിയെടുതൊരു തൊലിയടിയിലൊടി കുഴവി അമ്മ ഹോയ് ഹോയ് കുഴവിയിലെഴുപത് കിഴവികൾ അഴകൊടു ചറപറ ചറപറ ഇടിയിടിയോ ഇട്ടിച്ചും പീട്ടിച്ചും വലിച്ചും തൊഴിച്ചും വാ വാ കറിക്കും നുറുക്കും ചെറുക്കാം മെതിച്ചും ചതച്ചും മുരിച്ചും തോലിച്ചും വാ വാ കുരുമുളക് അരിപടി ഒരു പിടി വിതറിവിടും. Is it a comedy film? അരിതക്കിപ്പൊപ്പത്തോ വീഴല്ലേ കുയ്യാനേ നിന്നിട്ടം തന്നിട്ടം അകതിന്താരോ പിടകാനെ പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുക്കൻ തെയ്യന്താരോ ആനത്തടിയനും ആനയ്ക്കൊടയനും ആനത്തൊടിയല് തലയില്ല അമ്പാടി ചെറു തവള കുഞ്ഞിനെ തലയേറ്റം വരെ അയ്യയ്യ തലയൂടെ ഇരിക്കുമ്പോ വാലിൽ നനങ്ങല്ലടാ മണി കൊടുത്ത് തടി കിട്ടാൻ ഒരുമിട്ട് നടക്കല്ലടാ എടേ ഒരു കൈ പൊരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിളി മാർക്കിനി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരികണിയണമേ പറമേളം ചെണ്ടച്ചെങ്കില ധിക്കുടി മത്തള മരമണികിണികിണി പലതാളം തക്കിടകിട തകത ചുവടുകളിൽ ഒരിഞ്ഞൊടിയുടെ പേരരുത് ഹോയ് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകടകൾ ഉരുളണ ഒരുവരം ഇനി അതിനുള്ളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ഛേ ഛേ വണങ്ങി കുണുങ്ങും മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയനു ഞാനെതിരല്ലടവോ ആവോ ഭൂമി തുറന്ന് നീ അപ്പുറം വീടിൽ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പളക്കാം കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം കുഞ്ചാളി നീയോ നിന്റെ പർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി ചൊട്ടച്ചാടും ദൂരം ചാടും കൊക്കോ കോഴിത്താത്തന് മാനം മുട്ടാൻ മോഹം കണസാ കണസാ പറയാതടി വൈകൂവേ കണിച്ചം കെണിയും തകിടം മറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയറി ചക്കര ഒരു ജഗ മനസ്സിൽ വേ മടിയിൽ വേ യമതടിയാ മലമടിയാ
കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ വാടാ പോടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറു വേലകൾ ഇരവിൽ കരയട പതിനെട്ടടവും പിഴയും നേരം മൂന്നും തുരിയും തലയിൽ കെട്ടുവിടാ ചങ്കരി പോക്കിലി മാർക്കിലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കനിയണമേ പടകാളി ചങ്കരി പോക്കിലി മാർക്കിലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കനിയണമേ. I don't know the context of the song, why they are sort of fighting, why they are having the song battle, but this is so much fun. This was so much fun. I don't know if it's a comedy film or not. Yodha means warrior, right? So firstly, can I just say that the music that has been given by A.R. Rahman is just fantastic, and this looked more like a friendly banter between these two, where they are just trying to, I don't know, because the other people, they were laughing and they were having fun, so I am guessing that they are trying to tease each other with the song. One person is saying one thing and the other is countering it by teasing the person more, so I am guessing this is like a friendly competition, friendly banter. And can I just say the speed with which both the playback singers were singing? I mean, this is so difficult. Just as a song, just when you see them lip sync to this song, but then I was thinking that, my goodness, this would have been such a difficult song to sing because the words are going so fast. It's as good as a rap song. I'm not saying it's a rap, but I am saying it's as good as, to put it in the category of rap, where you see rappers, rap in such a fast pace and fast tempo. But here, they are singing it in such a fast tempo because it's just not saying the words. It's about saying it with melody. It is not an easy thing. Like, these are the things, even though I don't have the subtitles and I don't know the lyrics, but just in terms of song, it's one of the most difficult kinds of song that I've actually listened to. It's really not easy to sing these songs. And then on top of that, lip syncing on the song, it's so fast. It's so fast. Oh my god. And it's so fun. The choreography, the entire atmosphere, that's why it was so engaging and fast. And I was literally looking at their lip syncing. Both of them were just fantastic. It was 100% accurate. It was 100% accurate, guys. Wow. I'm guessing all the other songs are also nice from this movie, Yodha. But this looked like a nice, fun banter, comical banter, and so beautiful. The melody plus the beats. Oh, wow. I completely understand when you guys used to comment so much that the 80s era of Malayalam cinema is called as the golden era, right? You get the 80s and the 90s also, I feel, right? Or 70s and 80s, sorry. 70s and 80s is called the golden era of Malayalam cinema. I get why you say that. Because these are the kind of songs I have not listened to in the current scenario. And I'm specifically talking about movie songs. Because to give music for such songs, firstly lyrics. Even though I don't know the meaning of the lyrics, firstly writing the lyrics for such a song. I mean, there's so much wordplay. There are so many words that are there in the song. So firstly, the writing the lyrics. Secondly, giving the music for such a song. And third, the way the playback has been done. Singing it so fast. So, and then of course, to make the song look beautiful, feel beautiful, even more engaging, you have to act it out also very accurately. So it's a combination of everything. That makes this song so beautiful to watch and to listen to. So I completely understand why this was
highly requested once again, and I hope you enjoyed watching this reaction, and I hope you enjoyed jamming to the song. It was fun though. Do let me know what they're bantering about. What is this banter going about? Because it looks like a fun banter to me. And yes, that was my reaction for today. I hope you've come till the end, guys, and I hope you've enjoyed this reaction. I'll sign off now, and I'll see you soon on my next video. Bye bye.